ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു കാര്യം പറയാൻ വന്നതാണ് കേട്ടോ. അപ്പം അന്ന് ഞങ്ങൾക്ക് ഭരണങ്ങാനം പള്ളിയിൽ വെച്ചായിരുന്നു വർക്ക്. അപ്പോൾ എനിക്ക് അന്ന് കിട്ടിയ കൂട്ടാണിത്. നല്ലൊരു മോനായിരുന്നു. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് വർക്കിലാണെന്നൊന്നും അറിഞ്ഞതേ ഇല്ല. അത്രത്തോളം എൻജോയ് ചെയ്ത് വർക്ക് എടുക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് വെച്ചിട്ടായിരുന്നു വീട്ടിൽ നിന്ന് ഫോൺ വന്നത്. പെട്ടെന്ന് ഉമ്മച്ചി സുഖമില്ലാതെ കുഴഞ്ഞു വീണു, പിന്നെ ഹോസ്പിറ്റലിൽ ICUലായി എന്ന് പറഞ്ഞ് ഫോൺ വന്നു. പക്ഷേ എങ്കിൽ അപ്പോഴത്തെ ആ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുമല്ലോ. കല്യാണത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ക്യാമറ ഒഴിവാക്കി പോകാൻ പറ്റത്തില്ല. പിന്നെ അത് മാത്രമല്ല, നല്ല ദൂരമുണ്ട്. ഭരണങ്ങാനം കൊല്ലം തമ്മിൽ നല്ല ദൂരമുണ്ട്. പാലായിലാണ്, പാലാ ടു കൊല്ലം. ഞാൻ ഒരുപാട് വിഷമിച്ചു കേട്ടോ. അങ്ങനെ എങ്ങനെയെങ്കിലും ആ വർക്കൊന്ന് കഴിച്ചു കൂട്ടി പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ച് വീട്ടിലേക്ക് പോവുമായിരുന്നു. പെട്ടെന്നാണ് എൻ്റെ സന്തോഷങ്ങളെല്ലാം ഇല്ലാതായിട്ട് വേദനയും സങ്കടമായത്. ഒരുപാട് വിഷമിച്ച് ഞങ്ങൾ ഒരു 3:30-3:45 മണിക്കൂർ കൊണ്ട് അത്രയും സ്പീഡിൽ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തുകയായിരുന്നു കേട്ടോ. ആ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ അത് ഞാനിങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത്രത്തോളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് എടുത്ത് പോകാൻ പറ്റുമെങ്കിൽ അത്രയും പെട്ടെന്ന് നമ്മൾ അവിടെ ചെല്ലും. ഈ ദൂരങ്ങളൊന്നും ഇല്ലാതാക്കി തരണേ, പെട്ടെന്ന് വണ്ടി അങ്ങ് എത്തണേ, ഹോസ്പിറ്റലിൽ എത്തണേ എന്നൊക്കെ ഉള്ള ഒരു പ്രാർത്ഥന പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ICUവിൻ്റെ മുന്നിൽ മോനിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. ഇവനെക്കുറിച്ച് കൂടി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. അങ്ങനെ ICUവിൽ നിന്ന് ഉമ്മച്ചി കൊണ്ടുവരുന്നത് വരെ ഇവനും ഞങ്ങളോടൊപ്പം തന്നെ ഇരുന്നു. പിന്നെ അതിന് ശേഷം ഉമ്മച്ചി റൂമിലെത്തി. കണ്ടില്ലേ, ഇവനെ ഞങ്ങളെ ഏത് സാഹചര്യത്തിലും ഞങ്ങൾക്ക് കടപ്പാട് ഇവനോട് തന്നെയാണ് കേട്ടോ. ഞങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുക, ഏത് വിഷമത്തിനായാലും സന്തോഷത്തിനായാലും മാക്സിമം ഞങ്ങളുടെ കൂടി നിൽക്കുന്ന ഒരാളാണ് ഇച്ചൂസ്. അവന് 2.5 വയസ്സേ ഉള്ളൂവെങ്കിലും ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ പെട്ടെന്ന് മനസ്സിലാക്കും. ഞങ്ങളുടെ സന്തോഷത്തിൽ മാക്സിമം ഞങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യാനും ഇവിടെ ഉണ്ടാവും. ഇവനോട് ഏറ്റവും കടപ്പാടാണ്. പിന്നെ അതിലുപരിയായിട്ട് ഒരാപത്തൊന്നുമില്ല ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങളെ കയ്യിലേക്ക് തന്ന പടച്ചവന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. അപ്പം ഈ ഒരു ന്യൂ ഇയർ ആയിട്ട് ഞാൻ അനുഭവിച്ച ദുഃഖമാണ്, അല്ലെങ്കിൽ വേദനയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വർഷം ന്യൂ ഇയർ ഒന്നുമില്ലായിരുന്നു. അതിലൊന്നും ഒരു വിഷമമില്ല. അപ്പം ഞങ്ങൾ ഹാപ്പിയാണ്. ഉമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിൽ പോവാണ്. അപ്പം എല്ലാവരോടും പറയുന്നത് സന്തോഷമായിട്ട് സമാധാനമായിട്ടും ഉള്ള ഒരു വർഷം നമുക്ക് തരാൻ വേണ്ടിയിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കാം കേട്ടോ.